ഒമ്പതാമത്തെ ചാപ്റ്ററിന്റെ പേര് ബാങ്കിങ് സേവനങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ എന്താണ് ബാങ്ക്, വാട്ട് ഈസ് ബാങ്ക് എന്നാണ് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അത് പലിശ സഹിതം ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക്. വാട്ട് ഈസ് ബാങ്കിങ് അഥവാ എന്താണ് ബാങ്കിങ്? ബാങ്കുകൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കലും വായ്പകൾ അനുവദിക്കലും വരുന്നു. അതായത് എന്താ ബാങ്കിങ്? ബാങ്കിങ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും അവരുടെ പണം നിക്ഷേപങ്ങളായി സ്വീകരിച്ച് അത് ആവശ്യമുള്ളവർക്ക് വായ്പയായി നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന, അതുപോലെ തന്നെ അവർക്ക് എന്താണ് ആവശ്യമുള്ളവർക്ക് പണം വായ്പയായി നൽകുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പം അവരെന്ത് ചെയ്യും? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ നിക്ഷേപിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അതിനവർക്ക് എന്ത് കിട്ടും? നിക്ഷേപങ്ങളിൽ നിന്നും ബാങ്ക് അവർക്ക് പലിശ നൽകും അല്ലെ? അതിന് നമ്മൾ ഇൻട്രസ്റ്റ് എന്നാ പറയുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് ജനങ്ങൾക്ക് പൈസയുടെ ആവശ്യം വന്നാൽ അവർ ബാങ്കിനെ സമീപിക്കും. അവിടെ നിന്ന് ലോൺ വഴി അല്ലെങ്കിൽ വായ്പ വഴി അവർക്ക് എന്താണ് പണം ലഭിക്കും. അതിന് അവരെന്ത് കൊടുക്കേണ്ടി വരും? അതിന് തിരിച്ചിട്ട് അവർ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്തരം സ്ഥാപനങ്ങളെ നമ്മൾ ബാങ്ക് എന്ന് പറയും. ബാങ്ക് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയെ പറയുന്ന പേര് ബാങ്കിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാങ്കുകൾ വിവിധ തരത്തിലുണ്ട്, വിവിധ തരം ബാങ്കുകൾ ഉണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവല്ലേ ബാങ്കുകൾ. അപ്പോൾ വിവിധ തരം ബാങ്കുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് വാണിജ്യ ബാങ്കുകളാണ്. വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയും. ഓക്കെ, പണവും വായ്പയും കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, പണം ആവശ്യമുള്ളവർക്ക് വായ്പ നൽകുക, മറ്റ് ഉപകാരപ്രദമായ സേവനങ്ങൾ നൽകുക എന്നിവയാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടിട്ടുള്ള ബാങ്കുകൾ ഉണ്ടല്ലോ, നമ്മുടെ കനറ ബാങ്ക്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവയൊക്കെ എന്താണ്? അവയൊക്കെ വാണിജ്യ ബാങ്കുകളാണ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അവയെന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് അവർ പണം വായ്പ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ബാങ്കുകൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്തത് സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. സഹകരണ മാർഗത്തിലൂടെ സംഘടിപ്പിക്കപ്പെട്ട ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. നമ്മൾ സഹകരണ സംഘങ്ങളെ പറ്റി മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സഹകരണ മാർഗത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്. സംസ്ഥാന സഹകരണ സൊസൈറ്റി ആക്ടിന്റെ വ്യവസ്ഥകൾക്കനുസൃതമായാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഇവ ഗ്രാമീണ മേഖലയിലെ, അതായത് കാർഷിക വായ്പയും ആയിട്ടാണ് ഇവർ പ്രധാനമായിട്ട് കാർഷിക വായ്പയാണ് ഇത്തരം സഹകരണ ബാങ്കുകൾ നൽകുന്നത്. അതിന് പുറമെ മറ്റ് വായ്പകളും നൽകുന്നുണ്ട്. അപ്പോൾ സഹകരണ സംഘത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ ചാപ്റ്ററിൽ. അപ്പോൾ ഈ ഒരു സഹകരണ മാർഗത്തിലൂടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയും. ചില ബാങ്കുകൾ എന്താണ്? ജനങ്ങൾക്ക് പുതുതായിട്ട് ഒരു സംരംഭം തുടങ്ങാനായിട്ട് എന്താണ് ജനങ്ങളെ സഹായിക്കുന്ന ബാങ്കുകൾ. അപ്പോൾ ആ ഒരു ബാങ്ക് അതൊരു വിശേഷവൽകൃത ബാങ്ക് ആണെങ്കിൽ ആ ഒരു കാര്യത്തിന് മാത്രമേ അവർ എന്ത് നൽകൂ? വായ്പ നൽകൂ. അങ്ങനെ പ്രത്യേക സേവനങ്ങൾക്ക് വായ്പകൾ നൽകുന്ന ബാങ്കുകളെയാണ് വിശേഷവൽകൃത ബാങ്കുകൾ എന്ന് പറയുന്നത്. അടുത്തത് വിശേഷവൽകൃത ബാങ്കുകളാണ്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയും. പൊതുജനങ്ങൾക്ക് പ്രത്യേക സേവനങ്ങൾ നൽകുന്നവരാണ് വിശേഷവൽകൃത ബാങ്കുകൾ. അതായത് ജനങ്ങൾക്ക് എന്താണ് പ്രത്യേക സേവനങ്ങൾ, ആ ഒരു ബാങ്ക് വഴി അവ പറഞ്ഞിട്ടുള്ള ആ ഒരു സേവനം മാത്രമേ അവർ നൽകുന്നുണ്ടായിരിക്കൂ. അപ്പൊ അത്തരം ബാങ്കുകളെയാണ് നമ്മൾ വിശേഷവൽകൃത ബാങ്കുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുമ്പം ഇപ്പോഴെന്താണ് വിദേശ നാണയ വിനിമയ ബാങ്കുകൾ, വ്യവസായ ബാങ്കുകൾ, ഡെവലപ്മെന്റ് ബാങ്കുകൾ, ഇറക്കുമതി കയറ്റുമതി ബാങ്കുകൾ, ഇവയൊക്കെ വിശേഷവൽകൃത ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് കേന്ദ്ര ബാങ്ക് ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ന് പറയും. ഒരു രാജ്യത്തിലെ പ്രധാന ബാങ്കിങ് സ്ഥാപനമാണ് കേന്ദ്ര ബാങ്ക് അഥവാ സെൻട്രൽ ബാങ്ക്. ഇത് രാജ്യത്തിലെ എല്ലാ ബാങ്കുകളെയും, നമ്മളിപ്പോൾ പറഞ്ഞില്ല, എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത് കേന്ദ്ര ബാങ്ക് ആണ്. ഈ ഒരു കേന്ദ്ര ബാങ്ക്, നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. ഓക്കെ, ഈ ഒരു ബാങ്കാണ് മറ്റ് ബാങ്കുകളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് വിവിധ തരത്തിലുള്ള ബാങ്കുകൾ. വിവിധ തരം ബാങ്കുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ,
വിശേഷവൽകൃത ബാങ്കുകൾ, കേന്ദ്ര ബാങ്ക്. അടുത്തതായിട്ട് വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ ആണ് പറയാൻ പോകുന്നത്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വാണിജ്യ ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ പ്രവർത്തനമാണ് പ്രാഥമിക പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ഫങ്ഷൻസ് പറയുമ്പം ഒന്നാമത്തെ ഫങ്ഷൻ പ്രാഥമിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയും. രണ്ടാമത്തത് ദ്വിതീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടും ബാങ്കുകൾ ചെയ്യുന്നത് രണ്ട് പ്രവർത്തനങ്ങളാണ്. അവയാണ് പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്ന് വെച്ചാൽ ജനങ്ങളിൽ നിന്നും അവരുടെ പണം എന്താണ്, അവരുടെ പണം നിക്ഷേപമായിട്ട് സ്വീകരിക്കുക, ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുക. ഓക്കെ, അടുത്തത് പണം വായ്പ നൽകലാണ്. അതായത് ജനങ്ങൾക്ക് എന്താണ്, ആവശ്യമുള്ള ജനങ്ങൾക്ക് പണം വായ്പ അല്ലെങ്കിൽ ലോൺ ആയിട്ട് നൽകുക. അതിനെയാണ് പണം വായ്പ നൽകൽ എന്ന് പറയുന്നത്. ഇത് രണ്ടെണ്ണമാണ് എല്ലാ ബാങ്കുകളുടെയും പ്രാഥമിക ധർമ്മം അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷൻ. നിക്ഷേപങ്ങൾ സ്വീകരിക്കലും അതുപോലെ തന്നെ പണം വായ്പ നൽകലും. ഓക്കെ, അടുത്തത് ദ്വിതീയ പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ പറഞ്ഞ രണ്ട് പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് പുറമെ ബാങ്ക് മറ്റ് പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അതിനെയാണ് ദ്വിതീയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് വരുന്നത്, ഓക്കെ, അടുത്തത് സാമ്പത്തിക സ്ഥിതി അറിയിക്കലാണ്. ബാങ്കുകൾ അവരുടെ ഇടപാടുകാരെ കുറിച്ചിട്ടുള്ള സാമ്പത്തിക സ്ഥിതി അറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്രയുമാണ് ബാങ്കുകൾ നൽകുന്ന പ്രവർത്തനങ്ങൾ, പ്രാഥമിക പ്രവർത്തനങ്ങളും ദ്വിതീയ പ്രവർത്തനങ്ങളും. ഓക്കെ, ഒന്നാമത്തത് ചെക്ക് സൗകര്യം ഒരുക്കി കൊടുക്കലാണ്. ബാങ്കുകൾ അവരുടെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് ഹോൾഡേഴ്സ്, അക്കൗണ്ട് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത് ഫണ്ട് അയച്ചു കൊടുക്കൽ. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പണം എത്തിക്കാനുള്ള സൗകര്യം ബാങ്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. ബാങ്കുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പണം അയച്ചു കൊടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെയുള്ള നമുക്ക് എന്താണ്, ഒരു തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് പണം കൊടുക്കണമെങ്കിൽ നമ്മൾ പോയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ബാങ്ക് വഴി അയച്ചു കൊടുക്കാം അല്ലെ. അടുത്തത് വ്യക്തിഗത സേവനങ്ങൾ. ഇടപാടുകാർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ എന്താണ്, അവർക്ക് വേണ്ടിയിട്ട് അവർ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഡിവിഡൻഡ്, പലിശ അതൊക്കെ സ്വീകരിക്കുക, അല്ലെങ്കിൽ പെൻഷൻ സ്വീകരിക്കുക, അതൊക്കെ ബാങ്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അടുത്തത് കസ്റ്റോഡിയൻ സർവീസ്. കസ്റ്റോഡിയൻ സർവീസ് എന്ന് വെച്ചാൽ അവരുടെ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആൾക്കാരുടെ വിലപ്പെട്ട കാര്യങ്ങൾ, അതായത് ചിലപ്പം അവരുടെ ആഭരണങ്ങളാവട്ടെ, അവരുടെ വിലപ്പെട്ട ഡോക്യുമെന്റ്സ് ആവട്ടെ, അതൊക്കെ എന്താണ് ബാങ്ക് അവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ ലോക്കർ ഫെസിലിറ്റി എന്ന് പറയും അല്ലെ, ലോക്കറിൽ വെക്കുക എന്ന് പറയും അല്ലെ. അതിന് നമ്മൾ കസ്റ്റോഡിയൻ സർവീസ് എന്നാ പറയാ. അതായത് സാധനങ്ങൾ എന്താ, നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വിലയേറിയ സാധനങ്ങൾ നമ്മൾ എന്താണ് ബാങ്കിൽ ലോക്കറിൽ വെക്കും. അതിനെയാണ് കസ്റ്റോഡിയൻ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പണം നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു. പണം നിക്ഷേപിക്കുക അല്ലെങ്കിൽ എന്താ, പണം ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെ. ഈ പണം നിക്ഷേപിക്കുന്നത് വിവിധതരം അക്കൗണ്ടുകളിലാണ്. ഈ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബാങ്കിൽ വിവിധതരം അക്കൗണ്ടുകളിലാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു അക്കൗണ്ടുകൾ എന്ന് നോക്കാം. ഒന്ന് കറണ്ട് അക്കൗണ്ട്, രണ്ടാമത്തത് സേവിങ്സ് അക്കൗണ്ട്, മൂന്നാമത്തത് സ്ഥിരം ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഓക്കെ, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, സ്ഥിരം ഡെപ്പോസിറ്റ് അക്കൗണ്ടിനെ നമ്മൾ ഫിക്സഡ് അക്കൗണ്ട്സ് എന്നും പറയും. കറണ്ട് അക്കൗണ്ട് എന്ന് വെച്ചാൽ ദിവസവും നിരവധി ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവർക്ക് ഉപയോഗിക്കാവുന്ന അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട്. പ്രധാനമായിട്ടും ബിസിനസ്സുകാരൊക്കെ ആയിരിക്കും ഈ ഒരു കറണ്ട് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. കാരണം അവർക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തേണ്ടി വരും അല്ലെ. ഒരുപാട് ഇടപാടുകൾ നടത്തേണ്ടി വരും. ഒരേ സമയം എന്താണ്, പൈസ ഡെപ്പോസിറ്റ് ചെയ്യും പിൻവലിക്കുകയും ഒക്കെ വേണ്ടി വരും അല്ലെ. അപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട്. അടുത്തത് സേവിങ്സ് അക്കൗണ്ട് ആണ്. സാധാരണ നമ്മളൊക്കെ എടുക്കുന്നത് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും. അതായത് വ്യക്തികളിൽ നിന്ന് എന്താണ്, അവരുടെ സമ്പാദ്യശീലം വളർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് സേവിങ്സ് അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ നമുക്ക് എന്താ, എത്ര പൈസയും നമുക്ക് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ദിവസം നമുക്ക് പിൻവലിക്കാവുന്ന പൈസയിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരം അക്കൗണ്ടിനെയാണ് നമ്മൾ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്ഥിരം ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ എന്താ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ഒരു നിശ്ചിത കാലത്തേക്ക് എന്താണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് സ്ഥിരം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ എന്താണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ 3 വർഷത്തേക്ക്, 5 വർഷത്തേക്ക്, 7 വർഷത്തേക്ക്, അങ്ങനെ ഒരു കാലയളവിലേക്ക് നമ്മൾ ഒരു പൈസ അവിടെ നിക്ഷേപിക്കും. ആ കാലാവധി പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ ആ ഒരു പൈസ പിൻവലിക്കുക.
ആ സമയത്ത് എന്താണ് നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. മറ്റ് അക്കൗണ്ടുകളെ വെച്ചിട്ട് ഈ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലേക്ക് വരുമ്പം ഇൻട്രസ്റ്റ് എന്താണ് കൂടുതലായിരിക്കും. ഓക്കെ, അതിന് മുന്നേയും പിൻവലിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിൻവലിക്കാൻ പറ്റും. പക്ഷേങ്കിൽ എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൽ ചെറിയൊരു കുറവുണ്ടായിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത കാല അളവിലേക്ക് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് പൈസയുടെ ആവശ്യമില്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യാം, അപ്പോൾ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിൽ നമുക്ക് എപ്പോഴും പൈസ പിൻവലിക്കാനായിട്ട് സാധിക്കും. ഈ മൂന്നെണ്ണവുമാണ് വിവിധ തരത്തിലുള്ള അക്കൗണ്ട്സ്. ഓക്കെ, അടുത്തതായിട്ട് മറ്റൊരു കാര്യം നോക്കാനുള്ളത് ഇ ബാങ്കിങ് എന്ന് വെച്ചാൽ എന്താണെന്നാണ്. എന്താണ് ഇ ബാങ്കിങ്? ഇ ബാങ്കിങ് അഥവാ ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയും. ഇ ബാങ്കിങ് എന്നാൽ ഒരു ഉപഭോക്താവിന് ഒരു വ്യക്തിഗത കമ്പ്യൂട്ടറും ബ്രൗസറും ഉണ്ടെങ്കിൽ ബാങ്കിന്റെ വെബ്സൈറ്റുമായി ബന്ധം സ്ഥാപിച്ച് അപ്പോൾ വേണ്ടുന്ന ബാങ്കിന്റെ സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ഇന്റർനെറ്റും കമ്പ്യൂട്ടറിന്റെയും സഹായത്തോടു കൂടി ബാങ്ക് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നും ചെയ്യാം. അതായത് ബാങ്കിൽ പോവാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഓക്കെ, അപ്പോൾ ബാങ്കിൽ പോവാതെ തന്നെ ബാങ്കിന്റെ സേവനങ്ങൾ ലഭ്യമാക്കാൻ നമുക്ക് കഴിയുന്നതാണ് ഈ ഒരു ഇന്റർനെറ്റ് ബാങ്കിങ് വഴി. ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ചെയ്യുന്നത് ഇ ബാങ്കിങ് ആണ്. ഇന്റർനെറ്റ് സൗകര്യത്തോടു കൂടി നമ്മൾ ബാങ്കിന്റെ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ ഫണ്ട് അയച്ചു കൊടുക്കാനോ ഒന്നും നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് നമ്മുടെ ഫോൺ വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഇന്റർനെറ്റ് സൗകര്യത്തോടു കൂടി ബാങ്കിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. ഓവർഡ്രാഫ്റ്റ്. എന്താണ് ഓവർഡ്രാഫ്റ്റ്? അക്കൗണ്ട് ഉടമകളുടെ സൗകര്യാർത്ഥം നിക്ഷേപ തുകയേക്കാൾ കൂടുതൽ സംഖ്യ പിൻവലിക്കാനും ചിലപ്പോൾ ബാങ്ക് അനുമതി നൽകാറുണ്ട്. ഇതിനെയാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ചില സമയത്ത് അക്കൗണ്ട് ഹോൾഡർ, ആ ബാങ്കിലെ അക്കൗണ്ടുള്ള ആൾക്കാർ അവരുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ പണം ചില സമയങ്ങളിൽ പിൻവലിക്കാനായിട്ട് ബാങ്ക് സഹായിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ പണം പിൻവലിക്കാൻ ബാങ്ക് സഹായിക്കുക. അപ്പോൾ അങ്ങനെ പിൻവലിക്കുന്നതിനെയാണ് നമ്മൾ ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഈ ഒരു 9ാമത്തെ ചാപ്റ്റർ അവസാനിച്ചു.